ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 16-ാമത്തെ അധ്യായം ആ, നമ്മൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 14-ാം അധ്യായം 15-ാം അധ്യായം കർത്താവിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്, ന്യായവിധികൾ, വരുവാനുള്ള ന്യായവിധികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 16-ാമത്തെ അധ്യായം 7 ദൂതന്മാർ 7 കലശങ്ങളുമായിട്ട്, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കലശങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അത് ചിത്രീകരിച്ചിരിക്കുന്നത് ദ ലാസ്റ്റ് പ്ലേഗ്സ്, അവസാനത്തെ പ്ലേഗ്സ് ആണ്. 7-ാമത്തെ ദൂതൻ തൻ്റെ ആ ക്രോധ കലശം പകർന്നു കഴിയുമ്പോൾ ദേവാലയത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, പൂർത്തിയായി, ഇറ്റ് ഈസ് ഡൺ. ഇതേ ശബ്ദം നമ്മൾ പലയിടങ്ങളിൽ തിരുവചനത്തിൽ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ അവസാനമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 16-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, I heard a great voice out of the temple saying to the 7 angels, Go your ways and pour out the vials of the wrath of God upon the earth. വലിയ ഒരു ശബ്ദം പറയുക, പോകുക, 7 ദൂതന്മാരോട് കൽപ്പിക്കുക, പോകുക, നിങ്ങളുടെ ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് പകരുവാൻ എന്നുള്ളത്. നമുക്ക് അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. അപ്പൊ ആദ്യത്തെ ദൂതൻ പോയി കലശം പകരുമ്പോൾ ഭൂമിയിൽ വസിക്കുന്ന ഇതാരുടെ മേലാണ് ഈ ക്രോധം വരുന്നത്? മൃഗത്തിൻ്റെ അടയാളം എടുത്തവരെ, മൃഗത്തെ ആരാധിച്ചത്, അവരുടെ മേലാണ് ഈ ക്രോധം പകരപ്പെടാൻ പോകുന്നത്. മിസ്രൈമിൽ നടന്നതുപോലെ തന്നെ അതേ സമയത്ത് വിശ്വാസികളുമുണ്ട് അവിടെ, അതായത് യഹൂദർ, ആ ചെറിയ കൂട്ടം യഹൂദർ, ദ റെമനന്റ്, ആ ശേഷിപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അവരുടെ മേൽ ഇത് അവരെ ബാധിക്കുന്നില്ല. ഈ കാര്യം, ഈ വ്യത്യാസം ഈ മുദ്ര ഏറ്റെടുത്തവർക്കും അറിയാൻ കഴിയുന്നുണ്ട്. മിസ്രൈമിലുള്ളവരും മനസ്സിലാക്കി ഈ കാര്യം, ഈ ഈ ബാധകൾ ഒക്കെ അവരുടെ മേൽ മാത്രമേ വന്നുള്ളൂ. അവിടെ ഈ മിസ്രൈമിൽ കൂരിട്ടായിരുന്നപ്പോൾ ഗോശാൻ പ്രദേശത്ത് വെളിച്ചമുണ്ട് എന്ന് അവർക്കും കാണാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് ഇസ്രായേലിൻ്റെ ദൈവം ചെയ്യുന്ന കാര്യമാണെന്നും അവർക്ക് മനസ്സിലാകുകയും ഉണ്ടായി. നമുക്ക് മുൻപോട്ട് പോകാം. 2-ാമത്തെ ദൂതൻ തൻ്റെ ക്രോധകലശം പകരുമ്പോൾ കടൽ രക്തമായി മാറുകയാണ്. എങ്ങനത്തെ രക്തമാണ്? ഒരു മരിച്ച ഡെഡ് മാൻ, ഒരു മരിച്ച വ്യക്തിയുടെ രക്തം പോലെ, ചീഞ്ഞ രക്തം പോലെ ആകുകയാണ്. നമുക്കതൊന്ന് വായിക്കാം. 2-ാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെ ചത്തുപോയി എന്ന് പറയുമ്പോൾ ഇത് ആ മെഡിറ്ററേനിയൻ സീ, ആ മിഡിൽ ഈസ്റ്റിലെ ആ കടലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അവിടെ എന്തൊരു സംഭവം നടന്നാൽ, മിഡിൽ ഈസ്റ്റിൽ എന്ത് നടക്കുന്നോ അതിൻ്റെ ഒരു എഫക്റ്റ് ബാക്കിയുള്ള ഇടത്തും നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ ദൂതൻ തൻ്റെ ക്രോധ കലശം പകരുമ്പോൾ ശുദ്ധ ജലത്തിൻ്റെ സ്രോതങ്ങളെല്ലാം രക്തമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദ ഏഞ്ചൽ ഓഫ് ദ വാട്ടേഴ്സ്, ജലാധിപതിയായ ദൂതൻ. അപ്പോൾ സ്വർഗമണ്ഡലങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായ ഈ കൃപായുഗത്തിലെ വിശ്വാസികളോട് പറയുകയുണ്ടായി, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ ദൂതന്മാരെ പോലും വിധിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങൾ
എടുക്കപ്പെടുന്നത്, അവരുടെ അപ്പോയിൻമെൻറ്റ് പല ലെവലിൽ അപ്പോയിൻറ്റ് ആകുകയാണ്. അപ്പോൾ ഈ ദൂതന്മാർ ഓരോ എലിമെൻസിൻ്റെ മേൽ ഓരോ ഓരോ ഉത്തരവാദിത്തമുള്ള ദൂതന്മാരുണ്ട്. അവരൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെവൻലി റെലംസ്. അപ്പം അതാണ് അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൂതന്മാരെയും വിധിക്കേണ്ടിയവർ അല്ലയോ. ഒരു പ്രത്യേക ഒരു പൊസിഷനാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ അതാരാണ്? ഇസ്രായേൽ. അവർ ഈ ഭൂമി മുഴുവനും അവർ വാഴും കർത്താവിനോട് കൂടെ. അപ്പം ഇവിടെ നോക്കണം, 5-ാമത്തെ വാക്യത്തിൽ ഈ ജലാധിപതിയായ ദൂതൻ, ഇത് കഴിയുമ്പോൾ തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, സൂര്യൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ, ഇങ്ങനെ അനേക ഹൈ റാങ്കിങ് അതോറിറ്റി ഉള്ള ദൂതന്മാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇവിടെ ഈ ദൂതൻ പറയുക, ദൈവമേ, നമുക്കൊന്ന് വായിക്കാം 5-ാമത്തെ വാക്യം. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാൻ ആകുന്നു. നിന്റെ ന്യായവിധികൾ, നിന്റെ വഴികൾ നീതിയുള്ളതാണ്. അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഓ ലോർഡ് വിച്ച് ആർട്ട് ആൻഡ് വിച്ച് വാസ്റ്റ് ആൻഡ് ഷാൽ ബി, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഒരു വാക്യം കൂടിയാണിത്. 6-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ വിധികൾ നീതിയുള്ളതെന്ന് പറയുന്നത്. കാരണം ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും എന്ത് ചെയ്തിരിക്കുക? കൊന്നു, അവരുടെ രക്തം ചൊരിഞ്ഞു. ഇസ്രായേൽ മക്കളെയാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പറയും, നിങ്ങളാണ് പ്രവാചകന്മാരുടെ സന്തതികൾ. വളരെ ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ പുരോഹിത വർഗം അതാരാണ്? ഇസ്രായേൽ മക്കളാണ്. പ്രീസ്റ്റ് എന്നുള്ള പദം ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ അംഗങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നില്ല. നമ്മളൊരു പ്രീസ്റ്റ്സായിട്ട്, പുരോഹിതരായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ 5-ാം മുദ്ര തുറക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, സ്വർഗത്തിൽ ഉള്ള സ്വർണ്ണ സിംഹാസനത്തിന് കീഴിൽ നിന്ന് രക്തസാക്ഷികളുടെ ആത്മാക്കൾ ചോദിക്കുക, ഞങ്ങളുടെ രക്തത്തിന് പകരം എപ്പോൾ വീട്ടും? അപ്പോൾ ദൈവം അവരോട് പറഞ്ഞ് അല്പം കൂടെ താമസിക്കുക. 7-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യാഗപീഠത്തിൽ നിന്നൊരു ശബ്ദം വരികയാണ്, നിന്റെ നീതികൾ, നിന്റെ പ്രവൃത്തികൾ നീതിയുള്ളതും സത്യവുമാണ് നിന്റെ ന്യായവിധികൾ. അപ്പോൾ അതിൻ്റെയും ഒരു മറുപടി ഇവിടെ ലഭിക്കുകയാണ്. 4-ാമത്തെ ദൂതൻ തൻ്റെ ക്രോധകലശം പകർന്നപ്പോൾ സൂര്യൻ്റെ ശക്തി വർദ്ധിക്കുകയാണ്, അതിൻ്റെ ചൂട് വർദ്ധിക്കുകയാണ്. ചൂടിനാൽ ജനം എന്ത് ചെയ്യുകയാണ്? വളരെ സ്ക്രോച്ച്ഡ് ആകുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 8-9 നമുക്ക് വായിക്കാം. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഇതെല്ലാം സഹിച്ചിട്ട് മനുഷ്യർക്ക് മാനസാന്തരം വരുന്നില്ല. 5-ാമത്തെ ദൂതൻ തൻ്റെ ക്രോധകലശം പകർന്നപ്പോൾ ഇത് മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലാണ് പകരുന്നത്. അവിടെ എന്തുണ്ടായി? വലിയ കൂരിരുട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് 7 മുദ്രകൾ, 7 കാഹളങ്ങൾ. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് ആരംഭിക്കുന്നത്. ഓരോ മുദ്രയും ഓരോ കാഹളത്തിൻ്റെ ന്യായവിധികൾ, ഭൂമിയിൽ വരുന്ന ഓരോ അനർത്ഥം ഒന്ന് കഴിഞ്ഞതിന് ശേഷം
ആണ് അടുത്തത് ആരംഭിക്കുന്നത്. പക്ഷേ ഈ ക്രോധകലശങ്ങൾ അങ്ങനെയല്ല. ഒന്ന് ഓൾറെഡി ആദ്യം പകർന്നത് നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മേളിലാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഈ 16-ാം അധ്യായം 10-ഉം 11-ഉം നമുക്കൊന്ന് വായിക്കാം. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ വ്രണങ്ങളുണ്ട്, അതിൻ്റെ മേളിൽ കുടിവെള്ളമില്ല, അതിൽ ശുദ്ധജലം, കടല് എല്ലാം വ്യക്തമായി എല്ലാം ഇരിക്കുമ്പോൾ ഒന്നിൻ്റെ മേൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന ഈ വ്യത്യാസം, ഈ ക്രോധ കലശങ്ങളിലുള്ള വ്യത്യാസം. ഒന്ന് കഴിഞ്ഞിട്ടല്ല ആരംഭിച്ചത്, അതപ്പോൾ തന്നെ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 16:2 കാണുന്ന ആ വ്രണങ്ങൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന 6-ാമത്തെ ബാധയാണ്. അതുപോലെ തന്നെ രക്തം വെള്ളമാകുന്നത് 2-ാമത്തെ കാഹളമൂതുമ്പോൾ, മിസ്രൈമിൽ പുറപ്പാട് 7:20 നമ്മൾ കാണുന്ന ആദ്യത്തെ ബാധയാണ്. സൂര്യൻ ഇരുണ്ടു പോകുന്നതായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ 7-ാമത്തെയും ക്രോധകലശം, 6-ാമത്തെ ക്രോധകലശം പകരുമ്പോൾ യൂഫ്രേറ്റസ് നദി ഉണങ്ങിപ്പോകുന്നതായിട്ട് നാം കാണാൻ കഴിയുന്നു. അതുതന്നെയല്ല, കിഴക്കിൽ നിന്നുള്ള രാജാക്കന്മാർക്ക് അത് വഴി ഒരുക്കുകയാണ്. ഈ യൂഫ്രേറ്റസ് നദിയെക്കുറിച്ച് ബൈബിൾ ഏദൻ തോട്ടിൽ നിന്ന് വരുന്ന ആദ്യ 4 നദികളിൽ ഒന്നാണ് യൂഫ്രേറ്റസ്. അതിൻ്റെ ഈസ്റ്റേൺ ബോർഡറാണ് യൂഫ്രേറ്റസ് നദി. ഇതിനെ മഹാനദി എന്നും ദ ഗ്രേറ്റ് റിവർ എന്ന് പറയുന്നുണ്ട്, ഉൽപ്പത്തി 2:14. അതുപോലെ തന്നെ അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്ത ദേശത്തിൻ്റെ ഈസ്റ്റേൺ ബൗണ്ടറിയാണ് യൂഫ്രേറ്റസ് നദി. ഈ യൂഫ്രേറ്റസ് അനേക യുദ്ധങ്ങൾ നടന്ന ആ ഒരു വാലിയോടാണ് ഇത്. യെരമ്യ 46:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വെളിപ്പാട് പുസ്തകം 16:12 നമ്മൾ വായിക്കുന്ന 200 മില്യൺ, അതായത് 20 കോടി സംഖ്യം വരുന്ന ഒരു വലിയ സൈന്യം ഈ നദി വറ്റിക്കഴിഞ്ഞപ്പോൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു വാർത്തയാണ് എതിർ ക്രിസ്തുവിനെ അസഹ്യപ്പെടുത്തുന്നത്. ദാനിയേൽ 11:44-45 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന the tidings, the news out of the east and out of the north shall trouble him. Therefore he shall go forth with great fury to destroy and utterly make away many. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ 11:44. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. ഇത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കാര്യമാണ്. അവിടെ അവൻ്റെ സമയം കഴിഞ്ഞു പോകും. മിസ് ടൈം ഷാൽ റൺ ഔട്ട്. ആരും ഹി ഷാൽ കം ടു എൻ എൻഡ് ആൻഡ് നോ വൺ ഷാൽ ഹെൽപ്പ് ഹിം. നമ്മുടെ മൈൻഡിലൊരു ചിന്തയുണ്ട്, എതിർ ക്രിസ്തു ലോകം മുഴുവനും അടക്കി വാഴുന്ന ഒരു എൻഡ് ടൈം രാജാവാണ്. അങ്ങനല്ല. അനേകരെ ഏദോമേ, അമ്മാൻ, അനേക ദേശങ്ങൾ ഇവരെ ഈ എതിർ ക്രിസ്തുവിന് കീഴടക്കാൻ കഴിയാതെ അനേക ദേശങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ട്. അനേകർ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വരുന്ന സൈന്യം
ഇതൊരു ഡീമോണിക് സൈന്യമാണോ എന്ന് പലരും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇതൊരു ഡീമോൺ ഇൻസ്പയർഡ് സൈന്യമാണ്. വരുന്നവർ മനുഷ്യർ തന്നെയാണ്, പക്ഷേ സാത്താനാണ് ഇവരെ കൂട്ടി കൊണ്ടുവരുന്നത്. അത് നമുക്ക് അടുത്ത വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 12 തൊട്ട് 14 വരെ നമ്മൾ വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ വായിൽ നിന്നും, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് തവളകളെ പോലെ ഉള്ള അശുദ്ധ ആത്മാക്കൾ പുറപ്പെട്ട് ഭൂരാജാക്കന്മാരെ വഞ്ചിക്കുകയാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഭൂരാജാക്കന്മാരെ ലോകത്തെ കൂട്ടി വരുത്തുകയാണ് ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു അൺഹോളി ട്രിനിറ്റി, ദ ഡ്രാഗൺ, ദ ആൻറ്റൈ ക്രൈസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫിറ്റ്, ഇവരെല്ലാവരും ഒരുമിച്ച് ഐക്യതയോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ പദ്ധതി എന്താ? ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവർ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളാലാണ് ഈ അൺക്ലീൻ സ്പിരിറ്റ്സ്, ഈ വ്യാജ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഒരു മിനിസ്ട്രിയുടെ സക്സസ് ഒരു അവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുടെ മേൽ അല്ല, മറിച്ച് അവരേത് ഡോക്ട്രിനാണ് പഠിപ്പിക്കുന്നത്, അവരുടെ ദൈവവചനത്തിൻ്റെ ഉപദേശം, സിദ്ധാന്തങ്ങൾ എന്താണ്, അതിൻ്റെ മേലാണ് എപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത്. നമ്മൾ ഒരു മിനിസ്ട്രിയെ ജഡ്ജ് ചെയ്യുമ്പോഴോ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അവിടെ ഭയങ്കര വിടുതൽ നടക്കുന്നു, അതുകൊണ്ട് അത് സത്യമാകണം എന്ന് ഒരിക്കലും ഇല്ല. നമ്മൾ അങ്ങനെ കരുതരുത്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് എന്താണ്? വാട്ട് ഡു ദേ ബിലീവ്? അവരെന്താണ് വിശ്വസിക്കുന്നത്? തിമോത്തിയർക്ക് എഴുതിയ ലേഖനം 1:3 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, മേക്ക് ഷുവർ ദാറ്റ് ദേ ടീച്ച് നോ അതർ ഡോക്ട്രിൻ. അവർ മറ്റ് ഉപദേശം ഒന്നും പഠിപ്പിക്കാതെ നീ കാത്തുകൊള്ളണം. ഒരു ചാർജാണ് കൊടുക്കുന്നത്. ഐ ചാർജ് യു. 2 തെസ്സലോനിയർ 2:9 തൊട്ട് 12 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതാത് ഡിസ്പെൻസേഷനിൽ ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തന രീതികളുണ്ട്. നോഹയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ടൈമിൽ നോഹ നീതിയുടെ പ്രസംഗൻ എന്ന് പറയുന്നുണ്ട്, ലോത്ത് നീതിമാൻ എന്ന് പറയുന്നുണ്ട്. കാരണം ദൈവം കൽപ്പിച്ച ആ മെസ്സേജാണ് അവർ പറഞ്ഞത്, അവർ പ്രസംഗിച്ചത്. ഓരോ ഡിസ്പെൻസേഷനിലും, മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിൽ, കൃപയുടെ യുഗത്തിൽ പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആരംഭിച്ച ഈ കൃപായുഗത്തിൽ രക്ഷയുടെ ഏക മാർഗം എന്തുവാണ്? വിശ്വാസത്താൽ. കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച് ആ രക്ഷാ പ്രവൃത്തിയിലുള്ള പൂർണ്ണ ആശ്രയത്താൽ, പ്രവൃത്തി കൂടാതെയുള്ള നീതീകരണം, അല്ലേ? അപ്പോൾ അതാണ് നീതി. അതിനെ, ആ ഒരു മെസ്സേജിനെ തിരസ്കരിക്കുന്നതാണ് അനീതിയിൽ പ്രശംസിക്കുന്നത് എന്ന് പറയുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ആ ചട്ടങ്ങളെ, ആ ദൈവം അതാത് യുഗങ്ങളിൽ വെച്ചിരിക്കുന്ന ആ പ്രമാണത്തെ തിരസ്കരിക്കുന്നവരാണ് അനീതിയിൽ പ്രസാദിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവം എന്ത് ചെയ്യുകയാണ്? ഒരു സ്പിരിറ്റ് ഓഫ് സ്ട്രോങ് ഡില്യൂഷൻ, അതായത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. അങ്ങനത്തെ ഒരു നിലയിലേക്ക് ദൈവം അവരുടെ മേൽ ഒരാത്മാവിനെ അയക്കുകയാണ്.
മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, തിരുവചനത്തെ യഥാർത്ഥമായിട്ട് വിഭാജിച്ച് പഠിക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ആ സംഭവങ്ങൾ എങ്ങനെ ആയിരിക്കും ആ ടൈമിൽ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാം. ബിഹോൾഡ് ഐ കം ആസ് എ തീഫ്, ബ്ലെസ്സഡ് ഈസ് ഹീ ദാറ്റ് വാച്ചത്ത്. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഐ കം ആസ് എ തീഫ്. മത്തായി സുവിശേഷം 24:36 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉപമ പോലെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഐ കം ആസ് എ തീഫ്, ഞാൻ കള്ളനെ പോലെ വരുന്നു എന്ന് പറയാൻ കാര്യം? അതിൻ്റെ 44-ാമത്തെ വാക്യം വരുമ്പോൾ, therefore you must be ready for the Son of Man is coming at a time, at an hour you do not expect. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് മനുഷ്യപുത്രൻ വരും. ഇത് കർത്താവിൻ്റെ രണ്ടാം വരവ്, ഒലിവ് മലയിൽ വരുന്ന ആ ഒരു വരവിനെ കുറിച്ചാണ് പറയുന്നത്. സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ചല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുന്ന ആ രണ്ടാം വരവിനെ കുറിച്ചാണ്. ഇതുപോലാണ് ഈ 10 കന്യകമാരുടെ ആ ഒരു ഉപമ. ഇവർ 2 കൂട്ടർ കന്യകമാരാണ് അല്ലേ? ഇവരുടെ കയ്യിൽ വിളക്കുണ്ട്, എണ്ണയുണ്ട്. പക്ഷെ 5 പേരെ ഫൂളിഷ് എന്ന് പറയാൻ കാര്യം, അവർ പ്രതീക്ഷിച്ചു കർത്താവ് പകൽ നേരത്തെ വരും, മണവാളൻ എങ്ങനെ രാത്രിയിൽ വരുന്നത്. അവരൊരു ടൈം അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള എണ്ണയെ അവരെടുത്തുമുള്ളൂ, അത് തീർന്നും പോയി. അതേസമയം മറ്റ് 5 വയസ്സ് ബുദ്ധിമതികളായ കന്യകർ എന്ത് ചെയ്തു? അവർ മണവാളൻ എപ്പോൾ വന്നാലും ഒരുങ്ങിയിരിക്കത്തക്ക രീതിയിൽ അവരുടെ എണ്ണയിൽ, അവരുടെ വിളക്കിൽ എന്തുണ്ടായിരുന്നു? എണ്ണയുണ്ടായിരുന്നു. അവർ എക്സ്ട്രാ എണ്ണയും കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് അതുപോലാണ്. നോഹയുടെ ദിവസം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ് പറയുകയാണ്, കർത്താവിൻ്റെ ആ രണ്ടാം വരവിൻ്റെ ടൈം നോയയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും എന്ന് പറയുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് മുൻകൂട്ടി പ്രസംഗിച്ച കാര്യം, മുൻകൂട്ടി പ്രവചിച്ച് പറഞ്ഞ കാര്യം നടപ്പാലാകുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇവിടെ 39-ാമത്തെ വാക്യം പറയുകയാണ്, ദ ഫ്ലഡ് കെയിം ആൻഡ് സ്വെപ്റ്റ് ദം ഓൾ അവേ, സോ വിൽ ദ കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ ബി. ഇത് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ്, 2 പേർ വയലിലാകുമ്പോൾ, 2 പുരുഷന്മാർ വയലിലാകുമ്പോൾ ഒരാൾ എടുക്കപ്പെടും, ഒരാളെ അവിടെ ഈസ് ലെഫ്റ്റ് ഓവർ. അപ്പോൾ ഒരാളെ എടുക്കപ്പെടുകയും, അപ്പോൾ ഈ ഒരു വാക്യം അതുപോലെ തന്നെ 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിക്കുമ്പോൾ ഒരാൾ എടുക്കപ്പെടുക, മറ്റേ ആൾ അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് പലരും ഇതിനെ ഒരു റാപ്ചർ, സഭയുടെ ഉൽപ്രാവണത്തിനെ പോലെ ഇതിനെ ഉപമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഉൽപ്രാവണത്തിൻ്റെ ഒരു കാര്യമാണ്. ഉൽപ്രാവണം
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം അത് പ്രവചന പദ്ധതിയുടെ ഭാഗമല്ല. അത് പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തൊരു മർമ്മത്തിൻ്റെ ഭാഗമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അതൊരു മർമ്മമായിരുന്നു. അത് മറ്റിടങ്ങളിൽ, പഴയ നിയമങ്ങളിൽ അതോ 4 സുവിശേഷങ്ങളിലോ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം. അപ്പോൾ ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾ എടുക്കപ്പെടുകയെന്ന് പറയുമ്പോൾ ഹീസ് ടേക്കൻ എവേ. എങ്ങോട്ടാണ്? ന്യായവിധിയിലേക്കാണ് എടുക്കപ്പെടുന്നത്. കാരണം ഏതിനുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? മോശയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ വെള്ളം സ്വീപ്പ് ചെയ്ത്, അത് എടുത്തോണ്ട് പോയവരെങ്ങോട്ടാണ് പോയത്? മരണത്തിലേക്കാണ്, നിത്യമരണത്തിലേക്കാണ് പോയത്, അല്ലേ? അപ്പോഴിതൊരു റാപ്ചറായിട്ടല്ല, മറിച്ച് ഒരാൾ ന്യായവിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ ശേഷിക്കുന്ന ആൾ അങ്ങോട്ട് പോകും. സക്കറിയ പ്രവചനം പറയുന്നത് ശേഷിക്കുന്ന ജനം രാജ്യത്തിലേക്ക് പ്രവേശിക്കുക, ദൈവത്തോടുകൂടി ഇസ്രായേൽ മക്കളോടുകൂടി 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ വൺ ലെഫ്റ്റ് ബിഹൈൻഡ് ഈസ് ബ്ലെസ്സഡ്. ഈ ശേഷിക്കുന്ന ആള് ആണ് ബ്ലെസ്സഡ് മനുഷ്യൻ. കാരണം അവരെങ്ങോട്ട് പോവുകയാണ്? 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഇവിടെ എടുക്കപ്പെടുന്നയാള് ശിക്ഷാവധിയിലേക്കാണ് എടുക്കപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മൾ താഴോട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു വാക്യങ്ങൾ, ബിഹോൾഡ് ഐ കം ആസ് എ തീഫ്, നനയ്ക്കാത്ത നേരത്ത് ഞാൻ വരുന്നു, അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങി ഇരിക്കണം എന്നാണ് പറയുന്നത്. അതേസമയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശം എന്താണ്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഇത് ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇതേ കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവർ അല്ല. പ്രൈസ് ലോർഡ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവർ അല്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു ഇരുട്ട് വരുന്നുണ്ടെന്ന്, അല്ലേ? എന്താണ് ഈ ഇരുട്ട്? എന്താണ് ഈ രാത്രി? ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച, അല്ലെങ്കിൽ യാക്കോബിൻ്റെ കഷ്ടകാലം, അല്ലെങ്കിൽ ട്രിബുലേഷൻ പീരീഡിനെയാണ് ഇവിടെ ഇരുട്ടും രാത്രിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുക, നിങ്ങളെ ആ ദിവസം കള്ളനെ പോലെ നിങ്ങളെ അത് പിടിക്കാൻ ഇടയാകത്തില്ല. കാരണം എന്താ? നാം അതിനുള്ളവരല്ല. നമ്മൾ ആ ഒരു പീരീഡ്, ആ മഹോപദ്ര കാലത്തിന് ഉള്ളവർ അല്ല എന്ന് വളരെ വ്യക്തമാക്കി പറയുകയാണ്. 2 തിമോത്തിയോസിൽ ഹൈമീനിയസ് നീതിമാരുടെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ അനേകരുടെ വിശ്വാസത്തിന് കപ്പൽ ഛേദം വരുത്തുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ റാപ്ചർ കഴിഞ്ഞു, ഉൽപ്രാവണം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് എന്തോ പറയുന്നത്? നമ്മളെ ആ ദിവസം കള്ളനെ പോലെ നമ്മളെ അത് പിടിക്കപ്പെടുകയില്ല. ഇറ്റ് വിൽ നോട്ട് കം അപ്പോൺ അസ്. ആ ഒരു സംഭവം നമ്മുടെ മേൽ വരികയില്ല. കാരണം നമ്മൾ ഇരുട്ടിനും രാത്രിക്കുമുള്ളവരല്ല, നാം പകലിൻ്റെയും വെളിച്ചത്തിൻ്റെയും മക്കളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, 7 ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയും. 7 ഭാഗ്യങ്ങൾ. വെളിപ്പാട് 1:3 ഈ പ്രവചനത്തിൻ്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. 14:13.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നിങ്ങനെ വായിക്കുമ്പോൾ ബ്ലെസ്സഡ് ആർ ദേ, ബ്ലെസ്സഡ് ആർ ദേ. 16:15 നമ്മൾ വായിച്ചു, ബിഹോൾഡ് ഐ കം ആസ് എ തീഫ്, ബ്ലെസ്സഡ് ഈസ് ഹീ ദാറ്റ് വാച്ചത്ത് ആൻഡ് കീപ്പത്ത് ഹിസ് ഗാർമെന്റ്സ് ലെസ്റ്റ് ഹീ വാക്ക് നേക്കഡ്. വെളിപ്പാട് 19:9 പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവർ. 20:6 പറയുന്നത്, ബ്ലെസ്സഡ് ആൻഡ് ഹോളി ഈസ് ഹീ ദാറ്റ് ഹാഡ് പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ. ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് രണ്ടാം മരണം അവരെ തൊടുകയില്ല. ഈ ആദ്യത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഈ മഹോപദ്രവകാലത്തിൻ്റെ അവസാന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ രണ്ടാമത് വരുമ്പോൾ എല്ലാ പഴയ നിയമ വിശുദ്ധന്മാരും ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിൻ്റെ ആൾക്കാരുടെയും പുനരുദ്ധാനം അന്നേരമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്? കാരണം അവർ 1000 ആണ്ട് വാഴ്ച കർത്താവിനോട് കൂടെ ഭൂമിയിൽ വാഴാൻ പോവുകയാണ്. അതേസമയം ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിലും വീണ്ടും ജീവൻ്റെ പുസ്തകം പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷയിലേക്ക് കടന്നു വരുന്നവരുടെ ആത്മാവ്, അവരുടെയും പുനരുദ്ധാനം ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. അതിൽ വിശ്വാസികളെ നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയും ബാക്കിയുള്ളവരെ എന്തെന്നേക്കും ആയി കത്തുന്ന തീപ്പൊയ്യിലേക്ക് ഇടുന്നതാണ്. അപ്പം 22:7 പറയുന്നത്, ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി, ബ്ലെസ്സഡ് ഈസ് ഹീ ദാറ്റ് കീപ്പത്ത് ദ സേയിങ് ഓഫ് ദിസ് പ്രൊഫസി. നമുക്കൊന്ന് വായിക്കാം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 22:14 നമുക്കൊന്ന് വായിക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ 7 ബിയാറ്റിറ്റ്യൂഡ്സ്, 7 ബ്ലെസ്സഡ്നെസ് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. മത്തായി സുവിശേഷത്തിലും അതുപോലെ ബിയാറ്റിറ്റ്യൂഡ്സ് ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 2 ഭാഗത്തും പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. അതേസമയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? പ്രവൃത്തി കൂടാതെ ഉള്ള നീതീകരണം. അപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങളിൽ നാം കാണുന്ന ഉപദേശങ്ങൾ, ദ ഡോക്ട്രിൻസ്, അത് പ്രകാരമല്ല ഇന്ന് കൃപായുഗത്തിൽ ഒരു വിശ്വാസിയുടെ നീതീകരണം. ഇവിടെ എല്ലാം എന്തുണ്ട്? രക്ഷ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പ്രവചന പുസ്തകം വെറും വായിക്കുകയും കേൾക്കുകയും അല്ല, അത് പ്രമാണിക്കുന്നവനാണ് അനുഗ്രഹം വരുന്നത്, അല്ലേ? ക്രിസ്തുവിൻ്റെ ആ സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ അധ്വാനിക്കുന്നവനാണ് ആ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതേസമയം കൃപായുഗത്തിൽ എങ്ങനെയാണ്? പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ മാത്രം നീതീകരണം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഈ വാക്യം എടുത്ത് കാണിക്കാൻ പ്രേരണ ലഭിച്ചത്. അടുത്തത്, 6ാമത്തെ ദൂതൻ തൻ്റെ കലശം പകരുമ്പോൾ നമ്മൾ കണ്ടു, വലിയ യുദ്ധത്തിന് വേണ്ടി സാത്താൻ ജനത്തെ കൂട്ടിവരുത്തുകയാണ്. ഇത് എവിടെയാണ് കൂട്ടിവരുത്തുന്നത്? അർമഗദോൻ താഴ്വരയിലാണ്. ഈ യോവേൽ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2, അതിൻ്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾക്ക് വായിക്കുമ്പോൾ ഈ അർമഗദോൻ യുദ്ധത്തിന് യഹോസാഫാത്തിൻ്റെ താഴ്വരയും എന്ന പേരുണ്ട്. യഹോസാഫാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജഹോവ ഈസ് ജഡ്ജ്. ദൈവം, യഹോവ ന്യായം വിധിക്കുന്ന ഇടമാണ് അർമഗദോൻ യുദ്ധം, അർമഗദോൻ താഴ്വര. അതിന് യോവേൽ പ്രവചനത്തിൽ ദ വാലി ഓഫ് ഡിസിഷൻ, തീരുമാനത്തിൻ്റെ താഴ്വരയും പേര് കൊടുത്തു, വീതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ ദബോരയും ബാരാക്കും സൈസറയുടെ സൈന്യത്തിന്മേൽ ജയം കൊണ്ടാടിയ താഴ്വരയാണ് അർമഗദോൻ താഴ്വര. അവിടെ നോക്കണം, യായേൽ എന്നൊരു സ്ത്രീയാണ് ഈ ഭയങ്കരനായ സീസറയെ വളരെ തന്ത്രപൂർവം കൊന്നൊതുക്കിയത്. ഗിദെയോൻ്റെ ഗിദെയോന് 300 യോദ്ധാക്കന്മാരുമായിട്ട് മിദ്യാൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയ താഴ്വരയാണ് അർമഗദോൻ താഴ്വര. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം എങ്ങനെയാണ് ഒരു ചെറിയൊരു റെമനൻറ്റിനെ യൂസ് ചെയ്താണ് വലിയൊരു സൈന്യത്തെ പരാജയപ്പെടുത്തിയത്. അതുപോലാണ് വീണ്ടും നടക്കാൻ പോകുന്നത്. സഖറിയ പ്രവചനം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ താഴ്വരയിൽ ഇസ്രായേൽ മക്കൾ ആയിരിക്കുമ്പോൾ അവിടെ വലിയൊരു നിലവിളി ഉയരുകയാണ്, മാനസാന്തരത്തിൻ്റെ കണ്ണുനീരുകൾ. ഈ താഴ്വരയിൽ ഇരിക്കുമ്പോഴാണ് അവർ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് മേഘങ്ങളിൽ കാണുന്നതും അവർ പുത്രന് വേണ്ടി കരയുന്നത് പോലെ വിലപിക്കുന്നത്. മാനസാന്തരത്തിൻ്റെയും കരുണയുടെയും ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരപ്പെടുന്ന അവർ ഈ താഴ്വരയിൽ ഈ യുദ്ധം കഴിയാറാകുമ്പോഴാണ്. സക്കറിയ 12-ാം അധ്യായം അതിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹിസ്റ്ററി റിപ്പീറ്റ്സ് പറയുന്ന പോലെ മുമ്പ് നടന്നതാണ് വീണ്ടും നടക്കാൻ പോകുന്നത്. അതാണ് ഈ പ്രവചന പദ്ധതിയുടെ ഒരു സവിശേഷത. വെളിപ്പാട് പുസ്തകം നമുക്ക് യോയേൽ പ്രവചനം അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. യോയേൽ 3-ന്റെ 1, 2, പിന്നെ 12 തൊട്ട് 16 വരെയുള്ളത്. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. ജാതികൾ ഉണർന്ന് യഹോശഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാൾ ഇടുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു. തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. അപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഭൂമി കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അരിവാൾ, മൂർച്ച ഉള്ള അരിവാളുമായിട്ട് തന്നെ മുന്തിരിക്കൊലകളെ കൊയ്യുവാൻ തയ്യാറായിരിക്കുന്ന യേശുക്രിസ്തു മേഘങ്ങളിൽ വരുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതേ കാര്യമാണ് യോവേൽ പ്രവചനയുടെ പ്രവചിക്കുന്നത്. എവിടാണ് ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത്? യഹോശഫാത്തിൻ്റെ താഴ്വരയിൽ. അപ്പോൾ ഇതൊരു പ്രവചന പദ്ധതിയാണ്. അതേസമയം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ പഠിച്ചതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്തുവാണ്? ക്രിസ്തുവിൻ്റെ അഗോചരമായ ധനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അത് ബൈബിളിലെ മറ്റ് ഇടങ്ങളിൽ എങ്ങും നമുക്കതിനൊരു തുണവചനം നമുക്ക് കാണാൻ കഴിയുകയില്ല. ഉൽപ്പത്തി മുതൽ അപ്പോസ്തല പ്രവൃത്തി ഒരു മധ്യഭാഗം വരെയും ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഡോക്ട്രിൻസ് നമ്മൾ കാണുകയില്ല. അതുപോലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയും നമ്മൾ കാണുകയില്ല. ഇവിടെ നമ്മൾ കാണുന്നത് 16-ാം അധ്യായം വെളിപ്പാട് 16-ന്റെ 16 he gathered them together into a place called in the Hebrew tongue Armageddon. വെളിപ്പാട് പുസ്തകം മലയാളത്തിൽ അവരെ
കൂട്ടിച്ചേർത്ത് വരുവാന്ന്. അപ്പം ഇവിടെ ഒരു ബഹുവചനത്തിൽ മോഡേൺ ബൈബിൾ പറയുന്നത് ദേ ഗ്യാതേർഡ് ദം. കാരണം നമ്മൾ അറിയാം ഈ മൂന്ന് പേരുടെയും, അതായത് എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, മഹാസർപ്പത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് തവളകളെപ്പോലുള്ള അശുദ്ധാത്മാക്കളാണ് ഈ ഭൂനിവാസികളെ കൊണ്ടുവരുന്നത് യുദ്ധത്തിന് വേണ്ടി, ഭൂരാജാക്കന്മാരെ. അതുകൊണ്ടാണ് ഇവിടെ അവ എന്ന് എഴുതിയിരിക്കുന്നത് മലയാളത്തിലും. NIV, ESV എന്നുള്ള മോഡേൺ ബൈബിളിൽ ദേ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ KJV പറയുന്നത് ആൻഡ് ഹീ ഗ്യാതേർഡ് ദം, ഏകവചനം അവൻ. നമ്മൾ ബാക്കി വാക്യങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ അതാണ് ശരി. ഐ വിൽ, എഹെസ്കേൽ 38:22 സക്കറിയ 14:2-3 ഒക്കെ വായിക്കുമ്പോൾ ദൈവമാണ് പറയുന്നത് ഐ വിൽ ബ്രിങ് ഓൾ നേഷൻസ്, ഞാൻ അവരെ കൂട്ടിച്ചേർക്കും എന്നുള്ള കാര്യം. നമുക്ക് എഹെസ്കേൽ 38:22 നമുക്കൊന്ന് വായിക്കാം. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഈ ഏഴാമത്തെ ദൂതൻ തൻ്റെ ക്രോധകലശം പകരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എഹെസ്കേൽ 38-39 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി മുൻപോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് സങ്കീർത്തനം 83, ആസാഫിൻ്റെ സങ്കീർത്തനം ഒരു പ്രവചന യുദ്ധമാണ്. ദർ ഇസ് എ വാർ, ഒരു സാംസ് 83 വാർ. ഇസ്രായേലിൻ്റെ ചുറ്റും ഉള്ള ദേശങ്ങളുടെ പേരുകളാണ് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ മേൽ ഇസ്രായേൽ മക്കൾ ജയം കൊണ്ടാടുകയും അവർ ചുറ്റുമുള്ള ശത്രുക്കൾ തീർന്നു പോകുമ്പോൾ അവർ മതിലില്ലാത്ത പട്ടണം പോലെ സമൃദ്ധിയിൽ നിർഭയമായിട്ട് സമാധാനത്തോടുകൂടി കഴിയുന്ന ഒരു സമയത്താണ് എതിർ ക്രിസ്തു ഈ ഗോഗ് മാഗോഗ് ആ യുദ്ധം, ഈ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ യുദ്ധം വരുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങൾ നമുക്ക് പഠിക്കാം. 16-ാം അധ്യായം 17-21 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യൻ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ഇവിടെ മനുഷ്യർക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല. ഈ മുദ്രയേറ്റാൽ മാനസാന്തരപ്പെടാൻ കഴിയാത്തൊരു എലിമെന്റ് ആ മുദ്രയിൽ ഉണ്ട്. ഈ എതിർ ക്രിസ്തുവിൻ്റെ മൃഗത്തിൻ്റെ മുദ്ര എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് ഡൺ. ഏഴാമത്തെ കലശം പകരുമ്പോൾ ദേവാലയത്തിൽ നിന്നുള്ള ശബ്ദം എന്താ? ഇറ്റ് ഈസ് ഡൺ, പൂർത്തിയായി. അവിടെ എന്താണ് അതിൻ്റെ എഫക്റ്റ്? ഭൂമിയിൽ മനുഷ്യരുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത, ഉണ്ടായിട്ടില്ലാത്ത വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ്. ഇത് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഉള്ള സംഭവം. അതിനുവേണ്ടി ഭൂമി ഒരുങ്ങുകയാണ്. ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഭൂമി ആയിരുന്നോ അതേ ഒരു സിറ്റുവേഷനിലേക്ക് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമി ആയിരിക്കും. നമ്മൾക്ക് അറിയാം, യെശയ്യാ 65-66 ഭാഗങ്ങൾക്ക് വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവിടെ ശത്രുത പോലില്ല. ഏതാ, ചെമ്മരിയാടും സിംഹവും ഒരുമിച്ച് മേയും എന്നൊക്കെയാണ് പറയുന്നിരിക്കുന്നത്. ഒരു കുട്ടി മഹാസർപ്പവുമായിട്ട് കളിക്കും, അത് അതിനെ ദോഷം ചെയ്യുകയില്ല. മനുഷ്യരുടെ ആയുസ് വീണ്ടും പഴയ പോലെ 900s 1000s 800s വരും. നീതിമാന്റെ ആയുസ് വൃക്ഷങ്ങളെ പോലാണ്. കാലാവസ്ഥയ്ക്ക് മാറ്റം വരും,
ഏ ഭൂമി വസിപ്പാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ, നമ്മൾ യെശയ്യാ 45, 48, 34 വായിക്കുമ്പോൾ മരുഭൂമിയും ഉല്ലസിക്കും എന്നാണ് പറയുന്നത്. പൂക്കൾ കൊണ്ട് നിറയും, വൃക്ഷങ്ങൾ കൊണ്ട് നിറയും. ഈ പ്ലാനറ്റ്, ഈ ഭൂമണ്ഡലം ടോട്ടലി ചേഞ്ച് ആകും. അതാണ് ഈ ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നമ്മളല്ല, ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പാർക്കുന്നവർ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ നാം സ്വർഗമണ്ഡലങ്ങൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഭൂകമ്പത്തിൽ മഹാനഗരം 3 പിളരുകയും ബാബിലോൺ ദൈവത്തിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. എവറി ഐലൻഡ്, എല്ലാ ദ്വീപും എന്ത് ചെയ്യുകയാണ്? ഇല്ലാതാകുകയാണ്. ഐലൻഡ്സ് എല്ലാം ഇല്ലാതാകുകയാണ്. കാരണം ഈ കലശങ്ങളിൽ പകരപ്പെട്ട ആ ചൂട്, സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുകയും എല്ലാ ഐസ് ക്യാപ്പും ഉരുകി സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ നിരപ്പ് വർദ്ധിക്കുകയും ചെയ്യും. പർവ്വതങ്ങൾ ഒക്കെ നീങ്ങിപ്പോയിട്ട് സിയോൻ പർവ്വതം ഏറ്റവും ഉയർന്നൊരു പർവ്വതമായി ഇരിക്കും. 21 വാക്യത്തിൽ ഇതുപോലെ മുമ്പും സംഭവിച്ചതാണ് മിസ്രൈമിൽ വലിയ കൽമഴ. ഒരു താലന്ത് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50 തൊട്ട് 60 കിലോ വരെ വരുന്ന കൽമഴയാണ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത്. എന്നാൽ ദൈവം തൻ്റെ മക്കളെ ഇവിടെ എന്ത് ചെയ്യും? കാത്തു സൂക്ഷിക്കും. എന്നാൽ മനുഷ്യർ എന്ത് പറ്റുന്നില്ല, അവർക്ക് ഒരു മാനസാന്തരം വരുന്നില്ല. ഇതാണ് വെളിപ്പാട് പുസ്തകം 16 അധ്യായം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി വെളിപ്പാട് പുസ്തകം 17 തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.